ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എരുതിയിലെ എണ്ണ പോലെ തിളച്ചു മറിയുമ്പോൾ ഒരു സർപ്രൈസ് പ്രഖ്യാപനമാണ് പുറത്തേക്ക് വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെറും വാക്കുകൊണ്ടല്ല, കണക്കുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇറാൻ അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന നിർദ്ദേശങ്ങളിൽ മിക്കവയും അംഗീകരിച്ചു എന്ന് ട്രംപ് പറയുമ്പോൾ കേട്ടവർ പരസ്പരം നോക്കി. അവർ ഞങ്ങൾക്ക് 10 വലിയ കപ്പൽ നിറയെ എണ്ണ നൽകി. ട്രംപിന്റെ ഈ ഡയലോഗ് കേട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഒരു നിമിഷം സ്തംഭിച്ചു പോയി. നേരത്തെ അദ്ദേഹം വമ്പൻ സമ്മാനം എന്ന് വിശേഷിപ്പിച്ചത് ഈ എണ്ണക്കപ്പലുകളെ കുറിച്ചായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. അതും പോരാഞ്ഞിട്ട് തിങ്കളാഴ്ച മുതൽ നീങ്ങാൻ തുടങ്ങുന്ന 20 എണ്ണക്കപ്പലുകൾ കൂടി വാഗ്ദാനം ചെയ്തിട്ടുണ്ടത്രേ. അവർ വിഷയം ഗൗരവമായി കാണുന്നുവെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം ട്രംപ് അതിനൊരു വിശദീകരണവും നൽകി. ഒരു സസ്പെൻസ് ത്രില്ലറിലെ ക്ലൈമാക്സ് രംഗം പോലെ ഈ സംഭവം ലോകമെമ്പാടുമുള്ള ചർച്ചകളിൽ തീ ആളിക്കത്തിക്കുകയാണ്. ഈ മെഗാ ഡീലിൽ പാകിസ്ഥാനാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് എന്നതും ശ്രദ്ധേയം. ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ ഏറെക്കുറെ അംഗീകരിച്ചതായും ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങളിലും US സമ്മർദ്ദം ചെലുത്തിയേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരിട്ടും പരോക്ഷമായും നടന്ന ഈ ചർച്ചകൾ വളരെ നല്ല രീതിയിലായിരുന്നു എന്നും പ്രധാന വിഷയങ്ങളിൽ അർത്ഥവത്തായ പുരോഗതിയുണ്ടെന്നും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു. അതേസമയം US-ന്റെ 15 പദ്ധതിയുടെ പൂർണ്ണമായ രേഖ ഇതുവരെ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടില്ല. എന്നിരുന്നാലും ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇതൊരു 3 ബ്രോഡ് ഡിമാൻഡ് പ്ലാൻ ആണെന്നാണ്. 2025 ഒരു പദ്ധതിയുടെ പുതുക്കിയ പതിപ്പാണ് ഇതെന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ പ്രധാനമായും ഇറാന്റെ ആണവ പരിപാടി നിർത്തലാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും നിർത്തലാക്കുക, യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക, സമ്പുഷ്ടീകരിച്ച പദാർത്ഥങ്ങൾ കൈമാറുക, നദാൻസ്, ഫോർഡോ, ഇസ്ഫാൻ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ അടയ്ക്കുക, അന്താരാഷ്ട്ര പരിശോധനകൾക്ക് പൂർണ്ണ അനുമതി നൽകുക എന്നിവയെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്ന് ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ മേഖലകളിലെ ഹിസ്ബുള്ള, ഹൂത്തികൾ പോലുള്ള ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്നതും ആയുധങ്ങൾ നൽകുന്നതും അവസാനിപ്പിക്കണം എന്നതും ഒരു പ്രത്യേക ആവശ്യമാണ്. ഹോർമൂസ് കടലിടുക്ക് ആഗോള കപ്പൽ ഗതാഗതത്തിനായി തുറന്നിടുക, ചർച്ചകൾക്കായി ഒരു വെടിനിർത്തൽ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നതായി സൂചനയുണ്ട്. ഒരു വശത്ത് കടുത്ത ഉപരോധങ്ങളും മറുവശത്ത് രഹസ്യ ചർച്ചകളും, അതിനിടയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വലിയ സമ്മാന പ്രഖ്യാപനവും. ഒരുപക്ഷെ ലോകം കാത്തിരുന്ന ആ സമാധാന ഉടമ്പടിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാകുമോ ഇത്? എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം ഇറാനിലെ ലഹമർദ് പട്ടണത്തിൽ കഴിഞ്ഞ മാസം നടന്ന മാരകമായ ആക്രമണത്തിൽ അമേരിക്ക തങ്ങളുടെ പുതിയ മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ. ലഹമർദിലെ ജനവാസ മേഖലകളിൽ പതിച്ച മിസൈലിന്റെ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത പ്രതിരോധ വിദഗ്ധർ ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ പക്കലുള്ള പുത്തൻ ആയുധമായ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ആണെന്ന് വാദിക്കുന്നു.